വിശദമായ വാർത്തയിലേക്ക്. 63ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. ബാഹുബലി മികച്ച ചിത്രം. പിക്കുവിലെ അഭിനയത്തിന് അമിതാഭ് ബച്ചൻ മികച്ച നടനും കങ്കണ റണൌട്ട് മികച്ച നടിയുമായി. മികച്ച ബാലനടൻ ഗൗരവ് മേനോനാണ്. എം ജയചന്ദ്രൻ സംഗീത സംവിധായകൻ. ജയസൂര്യയ്ക്ക് പ്രത്യേക ജൂറി പരാമർശം. പത്തേമാരി മികച്ച മലയാള ചിത്രം. മലയാളത്തിന് 8 പുരസ്കാരങ്ങൾ. വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്നും എം സന്തോഷ് ശരിയാണ്. സന്തോഷ്, 63ാമത് ദേശീയ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബാഹുബലിയാണ് മികച്ച ചിത്രം. അമിതാഭ് ബച്ചനെ മികച്ച നടനായും കങ്കണ റണൌട്ടിനെ മികച്ച നടിയായും തെരഞ്ഞെടുത്തു. പീക്കുവിലെ അഭിനയത്തിനാണ് അമിതാഭ് ബച്ചൻ വീണ്ടും ദേശീയ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത്. മികച്ച ബാലനടനായി മലയാള ചിത്രമായ ബെന്നിലെ അഭിനയത്തിന് ഗൗരവ് മേനോനെയും എം ജയചന്ദ്രനെ സംഗീത സംവിധായകനായും തെരഞ്ഞെടുത്തു. ഇന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയിലെ സംഗീതത്തിനാണ് എം ജയചന്ദ്രന് പുരസ്കാരം. വിശദാംശങ്ങൾ നൽകാൻ എം സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, 63ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? സന്തോഷ്, കേൾക്കാമെങ്കിൽ. വിശദാംശങ്ങളിലേക്ക് വളരെ വേഗം തന്നെ തിരികെ എത്താം. പത്തേമാരി മികച്ച മലയാള ചിത്രമായി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. മലയാളത്തിന് 8 പുരസ്കാരങ്ങളാണ് സ്വന്തമായിരിക്കുന്നത്. ബാഹുബലിയാണ് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. അമിതാഭ് ബച്ചനാണ് മികച്ച നടൻ. പീക്കു എന്ന സിനിമയിലെ അഭിനയത്തിനാണ് അമിതാഭ് ബച്ചനെ ഒരിക്കൽ കൂടി ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തിരിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക് തിരികെ എത്താം. ഇടവേള. തിരികെ വാർത്തകളിലേക്ക്. 63ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. ബാഹുബലി മികച്ച ചിത്രം. പിക്കുവിലെ അഭിനയത്തിന് അമിതാഭ് ബച്ചനും മികച്ച നടനും കങ്കണ റണൌട്ടും മികച്ച നടിയുമായി തെരഞ്ഞെടുക്കപ്പെട്ടു. വിശദാംശങ്ങൾ നൽകാൻ ദില്ലിയിൽ നിന്നും എം സന്തോഷ് ശരിയാണ്. സന്തോഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? സുരേഷ്, മുൻകാലങ്ങളിലെ അവാർഡ് ദേശീയ ചലച്ചിത്ര അവാർഡുകളെ താരതമ്യം ചെയ്യുമ്പോൾ ഇത്തവണ ബോളിവുഡ് സിനിമയ്ക്ക് കൂടുതൽ അവാർഡുകൾ, പുരസ്കാരങ്ങൾ ലഭിച്ചിരിക്കുന്നു എന്നുള്ള പ്രത്യേകതയാണുള്ളത്. പ്രാദേശിക സിനിമകൾക്ക്, പ്രത്യേകിച്ചും എല്ലാ കാലത്തും വലിയ മത്സരം കാഴ്ചവെക്കാറുള്ള മലയാളം, ബംഗാളി, മറാഠി സിനിമകൾക്കൊന്നും തന്നെ ഇത്തവണ പ്രധാന പുരസ്കാരങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകത. ബോളിവുഡ് സിനിമകൾ, 10ലധികം സിനിമകൾ എല്ലാ വിഭാഗത്തിലും അവസാന ഘട്ടത്തിൽ മത്സരത്തിലുണ്ടായിരുന്നു എന്നുള്ളത് പ്രത്യേകതയാണ്. ഏറ്റവും മികച്ച ചിത്രമായി രാജമൗലിയുടെ ബാഹുബലിയും അതോടൊപ്പം ഏറ്റവും മികച്ച നടനായി പിക്കുവിലെ അഭിനയത്തിന് അമിതാഭ് ബച്ചനെയുമാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. മനു വെഡ്സ് തനു റിട്ടേൺസ് എന്ന ബോളിവുഡ് സിനിമയിലെ മികച്ച പ്രകടനത്തിനാണ് കങ്കണ റണൌത്തിനെ മികച്ച നടിയായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഏതായാലും 5 അവാർഡുകൾ, 5 പുരസ്കാരങ്ങൾ മലയാളത്തിന് ലഭിച്ചിട്ടുണ്ട്. മികച്ച നടനുള്ള പ്രത്യേക പരാമർശം ജയസൂര്യക്ക് ലഭിച്ചിരിക്കുന്നു. സൂസു, സുധി, വാത്മീകം, ലൂക്ക ചിപ്പി എന്നീ സിനിമകളിലെ മികച്ച അഭിനയത്തിനാണ് ഈ പ്രത്യേക പരാമർശം ലഭിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ജൂറി തന്നെ ചൂണ്ടിക്കാണിച്ച കാര്യം, ഏറ്റവും അന്തിമ ഘട്ടത്തിൽ വരെ മത്സരത്തിന് ജയസൂര്യ ഉണ്ടായിരുന്നു. ജയസൂര്യയുടെ അഭിനയം ഏറ്റവും മികച്ചതായിരുന്നു. എങ്കിൽ കൂടിയും അമിതാഭ് ബച്ചന്റെ അഭിനയത്തിന് അവാർഡ് കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ടാണ് ജയസൂര്യ തള്ളപ്പെട്ടത് എന്നാണ് ജൂറി അംഗങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സംഗീത സംവിധായകൻ, മികച്ച സംഗീത സംവിധാനം മലയാളത്തിൽ നിന്നും എം ജയചന്ദ്രന് ലഭിച്ചു. പരിസ്ഥിതി ചിത്രമായ ഡോക്ടർ ബിജുവിന്റെ വലിയ ചിറകുള്ള പക്ഷികളും അതുപോലെ മികച്ച ബാലതാരമായി ബെൻ എന്ന ചിത്രത്തിൽ ഗൗരവ് മേനോനെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഏതായാലും മലയാളത്തിന് പ്രധാന പുരസ്കാരങ്ങൾ ഒന്നും ലഭിച്ചില്ലെങ്കിൽ കൂടിയും ആശ്വസിക്കാനുള്ള വക നൽകിക്കൊണ്ടാണ് ഈ 5 പുരസ്കാരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. സുരേഷ്, വ്യക്തമാണ്. 63ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ദില്ലിയിൽ നിന്നും സന്തോഷമാണ് വിശദാംശങ്ങൾ നൽകിയത്. അമ്മ എന്ന തന്റെ ഹ്രസ്വ ചിത്രത്തിന് ദേശീയ അംഗീകാരം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് സംവിധായകൻ നീലൻ. അമ്മമാരുടെ ജീവിതത്തിന്റെ കരുത്തിനുള്ള അംഗീകാരമാണ് പുരസ്കാരമെന്നും നീലൻ പറഞ്ഞു. അവാർഡ് കിട്ടിയതിൽ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ദേശീയ തലത്തിൽ അംഗീകരിച്ചു എന്നുള്ളൊരു സന്തോഷമുണ്ട്. എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ടുള്ളൊരു ഫിലിമായിട്ടാണ് ഞാൻ സങ്കല്പിച്ചിട്ടുള്ളത്. എല്ലാവർക്കും അവനവൻ്റെ അമ്മയെ ഒന്നുകൂടി വീണ്ടും നോക്കാനും വേറൊരു രീതിയിൽ നോക്കാനും എല്ലാവരും പ്രേരിപ്പിക്കുന്ന ഒരു ചിത്രമായിട്ടാണ് ഞാൻ ഇത് കൺസീവ് ചെയ്തിട്ടുള്ളത്. സത്യത്തിൽ അത് ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ടു എന്നുള്ളത് അമ്മയുടെ ജീവിതത്തിൻ്റെ കരുത്തും പിന്നെ എൻ്റെ സിനിമയുടെ കരുത്തും കൂടിയായിട്ടാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ദേശീയ പുരസ്കാരം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് പ്രൊഫസർ അലിയാർ. മലയാളത്തിന് വേണ്ടി സംസാരിക്കാൻ ആളുണ്ടായി, അതുകൊണ്ടാണ് ഇത്രനാൾ തഴയപ്പെട്ട തനിക്ക് അവാർഡ് ലഭിച്ചതെന്നും അലിയാർ പറഞ്ഞു.
ദേശീയ പുരസ്കാരം ലഭിച്ച എന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. സംസ്ഥാന പുരസ്കാരങ്ങൾ പലതവണ ലഭിച്ചിട്ടുണ്ടെങ്കിലും ദേശീയ പുരസ്കാരം ആദ്യമായിട്ടാണ്. ഇതിനു മുമ്പ് ഒന്നിലധികം തവണ ഞാൻ ചെയ്ത ഡോക്യുമെൻ്ററികൾക്ക് ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചിരുന്നു. പക്ഷേ അപ്പോഴൊക്കെയും എൻ്റെ പേര് ആരും ശ്രദ്ധിക്കപ്പെടാതെ പോവുകയോ അല്ലെങ്കിൽ മനഃപൂർവ്വം അല്ലാതെ ചിലപ്പം തഴയപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി പറയാൻ ആരും ഇല്ലാതെ പോവുകയോ ഒക്കെ ചെയ്തതുകൊണ്ട് അങ്ങനെ മിസ് ചെയ്തതായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് പറയുന്നത് പോലെ ഇപ്പോഴെങ്കിലും കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ വളരെ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു ജോലിയാണ്. അപ്പം മലയാളത്തിന് നോൺ ഫീച്ചർ സെക്ഷനിൽ അങ്ങനെ ഒരു അവാർഡ് കിട്ടിയതിൽ വളരെയധികം എനിക്ക് സന്തോഷമുണ്ട്. ഒപ്പം മലയാള ഭാഷയുടെയും നമ്മുടെ സിനിമയുടെയും ഒരു വലിയൊരു സംഭാവന ആ രംഗത്ത് നൽകിയ ആളുകൾക്ക് ലഭിച്ച പുരസ്കാരങ്ങളിലും എനിക്ക് സന്തോഷമുണ്ട്. പുരസ്കാര നിറവിൽ ആഹ്ലാദിച്ചുത്തരാണ് മലയാളത്തിൽ നിന്നുള്ള സിനിമാ പ്രവർത്തകർ. പ്രതികരണങ്ങളിലേക്ക്. ഓരോ ജൂറിക്കും ഓരോ സ്വഭാവമാണ്. അപ്പം കേരളത്തിലെ ജൂറിക്ക് ഇതൊരു മികച്ച സിനിമയായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. ഇത് നാഷണൽ ലെവലിൽ സിനിമ അംഗീകരിക്കപ്പെട്ടു, അതിൻ്റെ സന്തോഷമുണ്ട്. എനിക്കറിഞ്ഞിടത്തോളം പിന്നെ സംസ്ഥാന അവാർഡിലും അവസാന റൗണ്ടിലും എല്ലാ കാറ്റഗറിയിലും ഇപ്പം മികച്ച നടനാണെങ്കിലും മികച്ച സിനിമയാണെങ്കിലും മികച്ച സംവിധായകനാണെങ്കിലും മികച്ച തിരക്കഥയാണെങ്കിലും ഒക്കെ അവസാന റൗണ്ട് വരെ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ജൂറിയിലുള്ള അംഗങ്ങളുടെ ഒരു സ്വഭാവം, പിന്നെ ആസ്വാദന സ്വഭാവം ഈ സിനിമയുടെ അവാർഡുകളെ ബാധിക്കും. ദേശീയ പുരസ്കാരം ലഭിച്ച എന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. സംസ്ഥാന പുരസ്കാരങ്ങൾ പലതവണ ലഭിച്ചിട്ടുണ്ടെങ്കിലും ദേശീയ പുരസ്കാരം ആദ്യമായിട്ടാണ്. ഇതിനു മുമ്പ് ഒന്നിലധികം തവണ ഞാൻ ചെയ്ത ഡോക്യുമെൻ്ററികൾക്ക് ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചിരുന്നു. പക്ഷേ അപ്പോഴൊക്കെയും എൻ്റെ പേര് ആരും ശ്രദ്ധിക്കപ്പെടാതെ പോവുകയോ അല്ലെങ്കിൽ മനഃപൂർവ്വം അല്ലാതെ ചിലപ്പം തഴയപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി പറയാൻ ആരും ഇല്ലാതെ പോവുകയോ ഒക്കെ ചെയ്തതുകൊണ്ട് അങ്ങനെ മിസ് ചെയ്തതായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് പറയുന്നത് പോലെ ഇപ്പോഴെങ്കിലും കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ വളരെ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു ജോലിയാണ്. അപ്പം മലയാളത്തിന് നോൺ ഫീച്ചർ സെക്ഷനിൽ അങ്ങനെ ഒരു അവാർഡ് കിട്ടിയതിൽ വളരെയധികം എനിക്ക് സന്തോഷമുണ്ട്. ഒപ്പം മലയാള ഭാഷയുടെയും നമ്മുടെ സിനിമയുടെയും ഒരു വലിയൊരു സംഭാവന ആ രംഗത്ത് നൽകിയ ആളുകൾക്ക് ലഭിച്ച പുരസ്കാരങ്ങളിലും എനിക്ക് സന്തോഷമുണ്ട്. അവാർഡ് കിട്ടിയതിൽ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ദേശീയ തലത്തിൽ അംഗീകരിച്ചു എന്നുള്ളൊരു സന്തോഷമുണ്ട്. എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ടുള്ളൊരു ഫിലിമായിട്ടാണ് ഞാൻ സങ്കല്പിച്ചിട്ടുള്ളത്. എല്ലാവർക്കും അവനവൻ്റെ അമ്മയെ ഒന്നുകൂടി വീണ്ടും നോക്കാനും വേറൊരു രീതിയിൽ നോക്കാനും എല്ലാവരും പ്രേരിപ്പിക്കുന്ന ഒരു ചിത്രമായിട്ടാണ് ഞാൻ ഇത് കൺസീവ് ചെയ്തിട്ടുള്ളത്. സത്യം സീറ്റ് വിഭജനം സംബന്ധിച്ച് CPM വിവിധ ഘടകകക്ഷികളുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചയിൽ ഏകദേശ ധാരണ. ജനാധിപത്യ കേരള കോൺഗ്രസ് 4 സീറ്റിൽ മത്സരിക്കും. 5ാമത് സീറ്റിനെ സംബന്ധിച്ച് LDF-ൽ ചർച്ച ചെയ്യും. ജനതാദൾ S 6 സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. സീറ്റുകൾ സംബന്ധിച്ച് അന്തിമ തീരുമാനം കൈക്കൊള്ളാൻ CPI എക്സിക്യൂട്ടീവ് തിരുവനന്തപുരത്ത് തുടരുകയാണ്. LDF യോഗം 2:30 AKG സെന്ററിൽ ചേരും. വിശദാംശങ്ങളുമായി ദിനകർ ചേരുകയാണ്. ദിനകർ, വിവരങ്ങൾ. സുരേഷ്, വിവിധ ഘടകകക്ഷികളുമായി CPM ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയിൽ ഘടകകക്ഷികളുമായി ഏകദേശ ധാരണയിലെത്താനും കഴിഞ്ഞിട്ടുണ്ട്. ജനതാദൾ S അതേസമയം 6 സീറ്റ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. കഴിഞ്ഞ തവണ മത്സരിച്ച 5 സീറ്റുകൾ നൽകാൻ ധാരണയിലെത്തിയിട്ടുണ്ട്. തിരുവല്ല, ചിറ്റൂർ ഇത്തവണ പുതിയ സീറ്റ് വെച്ചുമാറ്റം നടത്തും. അതോടൊപ്പം തന്നെ കോവളം, അങ്കമാലി തുടങ്ങി 5 സീറ്റുകൾ ഇപ്പോൾ ജനതാദൾ എസിന് നൽകിയിട്ടുണ്ട്. ഒരു സീറ്റ് കൂടി വേണമെന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇക്കാര്യം LDF-ൽ ചർച്ച ചെയ്യും. അതോടൊപ്പം തന്നെ ഫ്രാൻസിസ് ജോർജിന്റെ ജനാധിപത്യ കേരള കോൺഗ്രസുമായി ഏകദേശം ധാരണയിൽ എത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം, ചങ്ങനാശ്ശേരി, ഇടുക്കി, കോതമംഗലം എന്നീ 4 സീറ്റുകളിലാണ് അവർ മത്സരിക്കാൻ ഇപ്പോൾ ഏകദേശ ധാരണയിൽ എത്തിയിട്ടുള്ളത്. പൂഞ്ഞാർ സീറ്റ് കൂടി നൽകണം എന്നുള്ള ആവശ്യവും ഇവർ ഉന്നയിക്കുന്നുണ്ട്. ഇക്കാര്യവും LDF ഉച്ചയ്ക്ക് ശേഷം ചേരുന്ന LDF-ൽ ചർച്ച ചെയ്യും. അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് എസുമായും ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തിയെങ്കിലും അന്തിമ ധാരണയിലെത്താൻ കഴിഞ്ഞിട്ടില്ല. കണ്ണൂർ സീറ്റ് നൽകാം എന്നാണ് CPM അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഒരു ഷുവർ സീറ്റ് വേണമെന്നുള്ള നിലപാടിൽ കോൺഗ്രസ് എസ് ഉറച്ചു നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ CPI എക്സിക്യൂട്ടീവ് യോഗവും തിരുവനന്തപുരത്ത് തുടരുകയാണ്. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ധാരണ ഉണ്ടാക്കുകയാണ് ഇന്നത്തെ യോഗത്തിന്റെ ലക്ഷ്യം. വിവിധ ജില്ലാ കമ്മിറ്റികൾ നൽകിയിട്ടുള്ള പട്ടിക പരിശോധിച്ച് അന്തിമ തീരുമാനം ഇന്ന് കൈക്കൊള്ളും. അതോടൊപ്പം C ദിവാകരനെ തിരുവനന്തപുരം നെടുമങ്ങാട് മത്സരിപ്പിക്കണമെന്നുള്ള ആവശ്യം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇക്കാര്യവും ഇന്ന് പരിശോധിക്കും. കൊല്ലം ജില്ലാ കമ്മിറ്റി C ദിവാകരൻ 2 തവണയിൽ കൂടുതൽ മത്സരിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. നെടുമങ്ങാട് C ദിവാകരനെ മത്സരിപ്പിക്കണമെന്നുള്ള ആവശ്യമാണ്
തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇക്കാര്യം ഇന്ന് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇളവ് നൽകണമെന്നുള്ള ആവശ്യവും തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇക്കാര്യവും ഇന്ന് ചേരുന്ന യോഗത്തിൽ പരിശോധിക്കും. 27 സീറ്റിൽ CPI മത്സരിക്കാൻ ഏകദേശ ധാരണയിൽ എത്തിയിരുന്നു കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയിൽ. കഴിഞ്ഞ തവണയും 27 സീറ്റുകളിലാണ് CPI മത്സരിച്ചിരുന്നത്. 22 സീറ്റുകൾ കൂടുതൽ വേണമെന്നുള്ള ആവശ്യം CPI ഉന്നയിച്ചിരുന്നു. എന്നാൽ 27 സീറ്റിൽ തന്നെ മത്സരിക്കാനുള്ള ഏകദേശ ധാരണയിൽ എത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം 2:30 LDF യോഗവും ഇന്ന് ചേരും. വിവിധ ഘടകകക്ഷികളുമായി വച്ചുമാറേണ്ട സീറ്റുകൾ സംബന്ധിച്ചും ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യും. സുരേഷ്. KG ദിനകരാണ് വിശദാംശങ്ങൾ നൽകിയത്. വാർത്തയിലേക്ക്. കേരള കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ച അലസിപ്പിരിഞ്ഞു. പൂഞ്ഞാർ, കുട്ടനാട് സീറ്റുകൾ വിട്ടു നൽകില്ലെന്നും കേരള കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. മാണി ഗ്രൂപ്പിനെ അധിക സീറ്റ് നൽകാൻ കഴിയില്ലെന്ന് കോൺഗ്രസും അറിയിച്ചു. ഇതേ തുടർന്നാണ് ചർച്ച അലസിപ്പിരിഞ്ഞത്. അതിനിടെ ഇരവിപുരത്തിന് പകരം കുന്നമംഗലവും തവനൂരും നൽകണമെന്ന ലീഗ് ആവശ്യപ്പെട്ടു. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗവുമായി നടത്തിയ ചർച്ചയും പരാജയം. വിശദാംശങ്ങളുമായി ജീവൻ ചേരുകയാണ്. ജീവൻ, UDFിലെ സീറ്റ് വിഭജന ചർച്ച എങ്ങുമെത്താതെ പോവുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ രാവിലെ അലസിപ്പിരിഞ്ഞതിന് തൊട്ടു പിന്നാലെ കേരള കോൺഗ്രസിന്റെ ഉന്നതാധികാര സമിതി യോഗം മന്ത്രി PJ ജോസഫിന്റെ വസതിയിൽ ചേർന്നിരുന്നു. പ്രധാന കേരള കോൺഗ്രസ് നേതാക്കന്മാർ പങ്കെടുത്തു കൂടിയ യോഗത്തിന് ശേഷം പുറത്തെത്തിയ KM മാണി കോൺഗ്രസിനെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശനം ഉന്നയിച്ചത്. പൂഞ്ഞാറും കുട്ടനാടും എന്നത് കേരള കോൺഗ്രസിന്റെ ചങ്കും കരളുമാണ്. ചങ്കും കരളും പറിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമാണോ? അധികമായി ഒരു സീറ്റ് വേണമെന്ന കാര്യത്തിൽ യാതൊരു ഒത്തുതീർപ്പിനും ഇക്കാര്യത്തിൽ തയ്യാറല്ല എന്നാണ് ഇപ്പോൾ KM മാണി വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം ഒരു കാരണവശാലും തങ്ങളുടെ കൈവശം ഇരിക്കുന്ന സീറ്റുകളിൽ സ്ഥാനാർത്ഥികളുടെ പട്ടിക തയ്യാറാക്കിയാൽ കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിലും അപ്രകാരം തങ്ങൾക്ക് ചെയ്യേണ്ടതായി വരുമെന്ന ഭീഷണിയും KM മാണി ഉയർത്തി. അങ്ങനെ കോൺഗ്രസ് ചെയ്യുമെന്ന് തങ്ങൾ കരുതുന്നില്ലെന്നും KM മാണി വ്യക്തമാക്കുകയുണ്ടായി. സുരേഷ്. UDFിലെ സീറ്റ് വിഭജന ചർച്ച തുടരുകയാണ്. ജീവൻകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ ഇന്ന് ദില്ലിയിൽ തുടങ്ങും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് സമിതി തയ്യാറാക്കിയ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിക്കാനായി AICC സ്ക്രീനിംഗ് സമിതി ഇന്ന് വൈകുന്നേരം യോഗം ചേരും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, KPCC അധ്യക്ഷൻ VM സുധീരൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാക്കളാണ് ചർച്ചകൾക്കായി ദില്ലിയിൽ എത്തുന്നത്. തുടർച്ചയായി 4 തവണയിൽ കൂടുതൽ മത്സരിച്ചവരെ ഒഴിവാക്കുന്നതുൾപ്പെടെ സ്ഥാനാർത്ഥി നിർണയത്തിന് മാനദണ്ഡം വേണമെന്ന് സുധീരൻ ആവശ്യപ്പെടും. സോളാർ കമ്മീഷൻ മുമ്പാകെ സരിത ഇന്ന് ഹാജരായില്ല. കോയമ്പത്തൂർ കോടതിയിൽ ഹാജരാകേണ്ടതിനാലാണ് കമ്മീഷനിൽ വരാത്തതെന്നാണ് വിശദീകരണം നൽകിയത്. ഈ മാസം 30-ന് സരിത നിർബന്ധമായും ഹാജരാകണമെന്ന് കമ്മീഷൻ നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ലാൻഡ് ഫോണിന്റെ കോൾ രേഖകൾ പരിശോധിക്കണമെന്നും സരിതയുടെ പേഴ്സണൽ ഡയറി ഹാജരാക്കാൻ നിർദ്ദേശിക്കണമെന്നതടക്കമുള്ള പോലീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയുടെ ഹർജികളും കമ്മീഷൻ ഈ മാസം 30-ന് പരിഗണിക്കും. ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് പോലീസ് അറസ്റ്റ് ചെയ്ത ഹൈദരാബാദ് സർവകലാശാല വിദ്യാർത്ഥികളുടെ ജാമ്യ ഹർജി ഇന്ന് കോടതി പരിഗണിക്കും. വിദ്യാർത്ഥികൾക്ക് ജാമ്യം അനുവദിക്കരുത് എന്ന് തെലങ്കാന പോലീസ് ആവശ്യപ്പെടും. സർവകലാശാലയിൽ മാധ്യമ സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥി പ്രതിഷേധം തുടരുകയാണ്. സർവകലാശാലയിൽ പഠിപ്പ് മുടക്കിന് SFI ആഹ്വാനം ചെയ്തിരുന്നു. വിദ്യാർത്ഥി പ്രതിഷേധം മുഖവിലയ്ക്ക് എടുക്കുന്നില്ലെന്ന് അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു.